അതുണ്ടല്ലോ ഇന്നത്തെ യാത്ര നമ്മൾ തിരുവല്ലയിലേക്കാണ്. റബേക്ക കുട്ടിയുടെ സ്കിൻ ഡോക്ടറിനെ കാണാനുള്ള പോക്കാണ്, വിസിറ്റാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയ ഹോട്ടലാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. നല്ല സൂപ്പർ ഒരു ഹോട്ടലിട്ട് അവിടുത്തെ മുതലാളിക്കേ ഇതുപോലെയുള്ള നമ്മുടെ ഈ ആൻറ്റിക് സംഭവങ്ങളോടൊക്കെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ കുറേ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ല രസമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അത് കണ്ടോ, അവിടെ ഒരു ഊഞ്ഞാൽക്കട്ടിൽ പിന്നെ കുഞ്ഞുവാവകളൊക്കെ എടുത്താനുള്ള തൊട്ടിലും കൂടെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ അതിനുള്ളിൽ. പിന്നെ എവിടെ ചെന്നാലും എപ്പോൾ ചെന്നാലും എല്ലാ കാര്യങ്ങളുടെയും മെനു ഒക്കെ ചോദിച്ചിട്ട് അവസാനം പൊറോട്ട മതി എന്ന് പറയുന്ന നമ്മുടെ ഡോപ്പി ഇത്തവണയും പൊറോട്ട വാങ്ങിച്ചു. എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇഡലി തന്നെ പറ്റുള്ളൂ എന്ന് വാശി പിടിക്കുന്ന ഞാൻ റബേക്കയും ഇഡലിയും കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് എത്തി. 9 മണിക്ക് എത്താൻ പറഞ്ഞു. നമ്മൾ 8:45 എത്തി ഡോക്ടറിനെ ഞെട്ടിച്ചു. അങ്ങനെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഡോക്ടറിനെ കണ്ടു. അപ്പോൾ റബേക്കയുടെ കാല് പൂർണ്ണമായിട്ടും സുഖപ്പെട്ടു കേട്ടോ. അതിൻ്റെ സന്തോഷമായിരുന്നു. ആ സന്തോഷത്തിലാണ് എൻ്റെ കൂട്ടുകാരി അവിടെ തിരുവല്ലയിലാണ്, ഒരു സിസ്റ്ററാണ്. അപ്പോൾ അവളെ പോയി ഒന്ന് ഞെട്ടിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയതാണ്. പക്ഷേ ഞെട്ടിയത് ഞങ്ങളായിരുന്നു, അവൾ അവിടെ അല്ല, അഞ്ചലിലായിരുന്നു കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കായപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ എമ്മിക്കുട്ടനും സാറേയും വീട്ടിലുണ്ടായിരുന്നു. 1-ാം തീയതിയുള്ള പോക്കാണല്ലോ ഇത്. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ നമ്മളെ കണ്ടില്ലാത്തതിൻ്റെ ഒരു ചടവിലൊക്കെ ആയിരുന്നു എമ്മിക്കുട്ടൻ. അങ്ങനെ എഴുന്നേറ്റ് ഇതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന ചിക്കു, നമ്മുടെ പൂച്ചക്കുട്ടിയാണെങ്കിൽ അവനപ്പോൾ ഉണ്ണീച്ചോടെ കൂട്ടായിട്ട് അവിടെ കയറി കിടക്കുകയാണ്. എല്ലാ ദിവസവും ഇപ്പോൾ ഇത് തന്നെ പണി, അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരില്ല ഞങ്ങളുടെ പരിപാടി കേട്ടോ. ഡോപ്പി അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോൾ പ്ലം കേക്കും വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. റബേക്ക കുട്ടിയുടെ നിർബന്ധമായിരുന്നു പ്ലം കേക്ക് വേണമെന്നുള്ളത്. അങ്ങനെ പ്ലം കേക്ക് കൊണ്ടുവന്നു. പ്ലം കേക്ക് കൊണ്ടുവന്നിട്ട് അതിനകത്ത് നട്ട്സും എല്ലാ സാധനങ്ങളും പെറുക്കി മാറ്റിയിട്ട് തന്നെ ഇത് കഴിക്കുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. അതൊന്നും വേണ്ട ഇവർക്ക്, ആ പ്ലം കേക്കിൻ്റെ അത് സാധനങ്ങളൊന്നും വേണ്ട, ബാക്കി മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കാഷ്യൂം സകല നട്ട്സും എല്ലാം പെറുക്കി മാറ്റിയിട്ടാണ് ഇവർ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ പ്ലം കേക്ക് കഴിക്കണേ? ഇങ്ങനെ കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാതിരിക്കുമ്പോൾ ബൈ.